സോ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അമൽ. ഇന്നൊരു ഡെയിലി വ്ളോഗ് എടുക്കാന്നുള്ളൊരു ചെറിയ പ്ലാനിലാണ്. ഞാനിപ്പോൾ ഒരു പാലാരിവട്ടത്തോടെ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ കൂട്ടുകാരിക്ക് സ്റ്റുഡിയോ പോകണമെന്ന് വേണ്ടിയിട്ട് എൻ്റെ സാധനം മേടിക്കാനാണ്. സോ നമുക്ക് പോയി രാവിലെ വിളിച്ചുകൊണ്ട് ഫുള്ള് നടപ്പാണ്. നടന്നാണ് നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇതാണ് നിരഞ്ജന. എനിക്കിവിടെ വന്നിട്ട് കിട്ടിയതാണ്. സോ ഇവക്കാണ് നമ്മളിന്ന് സ്റ്റുഡിയോയിൽ പോയി എന്തൊക്കെയോ മേടിക്കാൻ പോകുന്നത്. ഇതെൻ്റെ സ്വന്തം കൂട്ടുകാരിയാണ്, എൻ്റെ മാത്രം കൂട്ടുകാരിയാണ്. നമ്മളിന്ന് സ്റ്റുഡിയോയിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തോ ഭയങ്കര സാധനങ്ങൾ മേടിക്കാനാണെന്ന്. കുട്ടിക്ക് എന്താ ലിപ്സ്റ്റിക്ക് മേടിക്കാൻ നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് മേടിക്കാൻ അങ്ങോട്ടുള്ള സ്റ്റുഡിയോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ലേ, അങ്ങോട്ട് എന്തെങ്കിലും പറയൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, എൻ്റെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയൂ. എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ബുക്ക് വായിക്കണം. ഞാനൊരു ഇൻസ്റ്റാഗ്രാം ബ്ലോഗറാണ്. അതെ ബ്ലോഗൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ ഞാൻ തുടങ്ങും. ഞാൻ ഏതെങ്കിലും സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കാം, ഐഡിയ എന്തെങ്കിലും. സോ നമ്മളിപ്പം ഇങ്ങനെ സ്റ്റുഡിയോയിലോട്ട് പോകുന്ന വഴിക്ക് കുട്ടിക്ക് വിശക്കുന്നു. കുട്ടിക്ക് മാത്രമല്ല, എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. നമ്മളപ്പോൾ എന്തെങ്കിലും ചായക്കടയിൽ കയറി എന്തെങ്കിലും ചായയോ കടിയോ ഒക്കെ കഴിക്കാനുള്ള പ്ലാനിലാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു കടയും തുറന്നിട്ടില്ല. വിശക്കുന്നു ഗൈസ്. കുട്ടിയുടെ വിശപ്പ് നമ്മൾ മാറ്റിയിരിക്കുകയാണ് ഗൈസ്. ഇതെന്തോ സാധനം കൈ കിട്ടുന്നത് കഴിക്കലെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ ഗൈസ്. കുട്ടി ആദ്യം ഒരു ചായ കുടിച്ചില്ല, ചായക്കടയിൽ കയറി കടി കഴിച്ചു. എന്നിട്ടും വിശപ്പ് തീരാതെ ഇപ്പോൾ വഴിനീളെ പഴം കഴിച്ചുകൊണ്ട് ഒരു പഴം തൊലിക്കാൻ പോലും ഉള്ള ആവതില്ല. എന്നാലും ഇവിടെ പറയാം. അതെ, കുട്ടി കോഴിക്കോടാണ്. കോഴിക്കോടുള്ള പഴമൊക്കെ വേറെ രീതിയിലാണ്. ഇവിടെ എറണാകുളത്തെ പഴമൊന്നും ശരിയല്ല. നോക്കൂ ഗൈസ്, അങ്ങനെ കുറേ ഒരു 2 കിലോമീറ്റർ നടന്ന് പഴം തിന്ന് നമ്മൾ ഇവിടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റുഡിയോയുടെ തൊട്ട് ഓപ്പോസിറ്റ് അവിടെ അബ്രോമോളും ഉണ്ട്. ഇപ്പുറത്ത് നേരെ സ്റ്റുഡിയോയും ഉണ്ട്. ഇവിടെ ഒരുത്തി പഴം തിന്നുന്നുണ്ട്. പെട്ടെന്ന് തീരുമോ അത്? നിരഞ്ജനെ പറയൂ, എങ്ങനെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ പഴം തിന്നാൻ കാണിക്കും? ഗൈസ്, നമുക്ക് നേരെ സ്റ്റുഡിയോരകത്തോട്ട് പോവാം. എന്തിനാ വന്നേ? നമ്മൾ എന്ത് മേടിക്കാനാ വന്നേ? ഒന്ന് ഇതിലൊക്കെ പറ. കൊള്ളാം, പക്ഷെ പൈസ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ചെറുതൊക്കെ പറ്റുള്ളൂ. ഇല്ലില്ല, ഞാനിത് ഒരിടത്തും എടുത്തില്ല. നമ്മളിപ്പോൾ കുറച്ച് 5 മിനിറ്റ് കൊണ്ട് ഏത് ഷെയ്ഡ് എടുക്കണമെന്നുള്ള ഭയങ്കര തീരുമാനത്തിലാണ്. അല്ലേ, തീരുമാനിക്കുന്നില്ല? ഇല്ല, കുറച്ച് സമയം എടുക്കും. ഗുയ്സ്, നല്ല കിസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ വന്ന് ഇത് ട്രൈ ചെയ്തിട്ട് കിസ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടത്. അതെ. നമ്മൾ ആദ്യം ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിച്ച ലിപ്സ്റ്റിക്ക് ഇതെന്താണ് ക്യൂടെക്സ്. ആ ഒരു നെയിൽ പോളിഷ് ഇട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഇതിടാൻ. പക്ഷേ ഈ രാമ്പത്തെ തൽക്കാലം ഇങ്ങനെ ഇടുന്നുള്ളൂ. ഇവിടെ തിളങ്ങുകട എല്ലാ തിളക്കം. ഇല്ല, എനിക്ക് ഇത് ട്രൈ ചെയ്തതോടെ എനിക്ക് ഓക്കെ ആയി ഗൈസ്. അങ്ങനെ നമ്മൾ മണിക്കൂറുകളുടെ തിരച്ചിലിനൊടുവിൽ എടുത്ത് കാണിക്കാം ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെന്താ ഒരു ഷൂ വൈപ്പ്. ഇതെനിക്കാണ്, ഇത് ലവക്കാണ്. 1 മണിക്കൂറോളം നമ്മുടെ തിരച്ചിലിനൊടുവിൽ കിട്ടിയ പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്. ഗൈസ്, നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ഇതിലോട്ട് മെസ്സേജ് ഇടാനാണ് പറയുന്നത്. ഈ QR കോഡിലോട്ടൊന്ന് ഇത് ചെയ്യാനാണ് പറയുന്നത് ഗൈസ്. അങ്ങനെ നമ്മളുടെ കഠിനമായ സ്റ്റുഡിയോ യാത്രയ്ക്കുള്ളിൽ നമ്മൾ തിരിച്ച് കുട്ടിയെ ഹോസ്റ്റലിൽ കൊണ്ട് എത്തിക്കാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും പാടുപെട്ട് പോയത് വെറുതെ എന്തിനാണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് മേടിക്കാൻ.
വെറും 2.5 കിലോമീറ്ററോ 3 കിലോമീറ്ററോ നടന്ന് നമ്മൾ സ്റ്റുഡിയോ വരെ പോയി ലിപ്സ്റ്റിക് മേടിച്ച് നമ്മൾ തിരിച്ച് വളരെ സന്തോഷപൂർവ്വമായി ഹോസ്റ്റലിലോട്ട് എത്തിയിരിക്കുന്നു. സോ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ ഗായ്സ്.